മണിയൻ പിള്ള രാജു ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ മണിയൻ പിള്ള രാജു, പല മേഖലകളിൽ ഈ നിർമ്മാതാവിനപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിലെ അമ്മ സംഘടനയുടെ രൂപവൽക്കരണത്തിനും അതിനുശേഷം ഈ നിരവധി സ്റ്റേജ് ഷോകളൊക്കെ വിവിധ ഇടങ്ങളിൽ വിദേശ ഷോകളടക്കം നടക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ആ നിലയിൽ കൂടി സിനിമാ സംഘടനയിലെ കെട്ടുറപ്പ് നിലനിർത്തുന്നതിനും അതിനൊരു നേതൃത്വം നൽകുന്നതിനും ഒരു വലിയ സംഘാടകനായി കൂടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? ബാലിനെ അനുസ്മരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഞങ്ങളെ സുഹൃത്തുക്കളാണ്. അദ്ദേഹം ആദ്യം തിരുവനന്തപുരത്ത് താമസിക്കുന്നതിന് മുമ്പ് ഇവിടെ മുത്തൂറ്റ് റോയിയെ കാണാൻ വരുമ്പോൾ ഞാൻ അന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്നുള്ള സിനിമ അഭിനയിച്ചിട്ട് വരിക. ഞാൻ പറഞ്ഞു, ആ സിനിമ ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു വിതരണക്കാരനെയോ പാർട്ണറെയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ മുത്തൂറ്റ് റോയുടെ വാക്കും കൂടെ കേട്ടിട്ട് ഗാന്ധി ബാലൻ ആ സിനിമ എടുക്കണം. ആദ്യമായിട്ട് ഒരു വിതരണ കമ്പനി തുടങ്ങി. അപ്പൊ അമ്മയുടെ പേര് ഗാന്ധിമതി, അതാണ് ആയിട്ടത്. അന്ന് തൊട്ട് ബാലനും ഞാനും സുഹൃത്തുക്കളാണ്. അത് ഈ പറഞ്ഞ ഒരു നല്ല സംഘാടകനാണ്. അമ്മയുടെ ഷോ അന്ന് ഒരേ സമയം ഇന്ന് തിരുവനന്തപുരം, നാളെ എറണാകുളം, മറ്റന്നാ കോഴിക്കോട്, അങ്ങനെയൊക്കെ ഷോ നടത്തുമ്പോൾ അതിന്റെ മുഖ്യ ആ ഷോ ചെയ്തത്, അത് പ്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ബാലനാണ്. ബാലന്റെ സംഘാടക മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എല്ലാ കാര്യത്തിനും എല്ലാവരുടെയും നല്ലൊരു സുഹൃത്തായിരുന്നു തിരുവനന്തപുരത്ത്. ബാലൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. ഞാനിപ്പം കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവസാനമായിട്ട് പോയി കണ്ടത് ഹോസ്പിറ്റലിൽ, കിംസ് ഹോസ്പിറ്റലിൽ. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം എല്ലാവരെയും വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ മണിയൻ പിള്ള രാജു, താങ്കളുടെ പ്രതികരണത്തിന്. ക്ലാസിക് മലയാളം സിനിമകളുടെ നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായിരുന്ന ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. നിരവധി മലയാള സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം. ആദാമിന്റെ വാരിയല്ല്, പഞ്ചവടിപ്പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഖമോദേവി, മാളൂട്ടി, നൊമ്പരത്തിപ്പൂവ്, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ തുടങ്ങി 30-ൽ പരം സിനിമകളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. മലയാള സിനിമയിൽ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. മികച്ച സംഘാടകനായും അദ്ദേഹം പേരെടുത്തു.